മറ്റു വാർത്തകളിലേക്ക് കിടക്കാം. PV അൻവർ MLA-യുടേത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമല്ല, സംഘടനാ രൂപീകരണമെന്ന് സ്ഥിരീകരണം. ആദ്യഘട്ടത്തിൽ സംഘടനാ രൂപീകരണമെന്ന് PV അൻവർ. വൈകുന്നേരം 6 മണിക്ക് മലപ്പുറം മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിലാണ് സംഘടനാ രൂപീകരണം. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പേരിട്ടിരിക്കുന്ന പാർട്ടി തമിഴ്നാട്ടിലെ DMK-യുടെ സഖ്യകക്ഷിയായി പ്രവർത്തിക്കും എന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു. മേഘന, അൻവറുടേത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയല്ല, സംഘടനാ രൂപീകരണമാണെന്ന് പറയുന്നു. എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത്? ഫിജി, അല്പസമയം മുന്നെയാണ് PV അൻവർ മലപ്പുറത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. അതിൽ ഈ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ അൻവർ സംഘടന എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളാണ് PV അൻവർ നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത്, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഒരു സാമൂഹിക കൂട്ടായ്മ, സാധാരണക്കാരായ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹിക കൂട്ടായ്മയാണ് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മതേതര പോരാട്ടത്തിനാണ് ഇറങ്ങുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി PV അൻവർ വ്യക്തമാക്കുന്നു. കൂടാതെ ദ്രാവിഡ മുന്നേറ്റ കഴകം, തമിഴ്നാട് DMK-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഈ ഒരു സമ്മേളനവും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും നിരീക്ഷിക്കാനായി മഞ്ചേരിയിൽ എത്തുന്നുണ്ടെന്നും അൻവർ പറയുന്നു. അത്തരത്തിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഒരു ഒരുക്കത്തിലാണ് PV അൻവറും PV അൻവറിനെ പിന്തുണയ്ക്കുന്നവരും എന്ന് വേണം പറയാൻ. അതിൽ പ്രധാനമായും മഞ്ചേരിയിലടക്കം ഇത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് ബോർഡുകളടക്കം വെച്ചുകൊണ്ട്, അതിൽ ഈ കോഴിക്കോട് ഈ അർജുനുമായി ബന്ധപ്പെട്ട് മനാഫിന്റെ ചിത്രങ്ങളടക്കം വെച്ചുകൊണ്ടാണ് PV അൻവർ ഒരു ഫ്ലെക്സ് ബോർഡുകളടക്കം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്കും പ്രചരണങ്ങളിലേക്കുമാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരു മതേതര പോരാട്ടത്തിന് ഇറങ്ങുന്നു. അതിന് ഈ ജനകീയ പിന്തുണയുള്ള മനാഫ് അടക്കമുള്ള ആൾക്കാരുടെ പിന്തുണ തേടും എന്നുള്ള കാര്യങ്ങളടക്കം PV അൻവർ വ്യക്തമാക്കുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് PV അൻവറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള ഒരു ജനപിന്തുണ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പൊതുസമ്മേളനങ്ങളിലൊക്കെ കാണുന്ന ഒരു ജനപിന്തുണ അത് മുന്നോട്ടും ഉണ്ടാകണം. അതിന് ഏത് വഴിയും നോക്കുക എന്നുള്ള കാര്യം തന്നെയാണ് അൻവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിലേക്കും നീങ്ങുന്നു. അതിൽ ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സംഘടനയുടെ, അതായത് പാർട്ടിയല്ല, പുതിയ കൂട്ടായ്മയുടെ ഒരു പ്രഖ്യാപനവും ബാക്കി നയപരിപാടികളടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാവുക. ഇന്ന് 1 ലക്ഷത്തിലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് മഞ്ചേരിയിൽ ഉദ്ദേശിക്കുന്നത്. അത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം എത്രയേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ ആൾക്കൂട്ടമുണ്ടായി, അല്ലെങ്കിൽ ഒരു പൊതുജന പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ടാകുമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗതുകത്തിന്റെ പുറത്താണോ അൻവറിനെ ഒരു പിന്തുണയായി, അല്ലെങ്കിൽ അൻവറിന്റെ പരിപാടിക്ക് ആളെത്തുന്നത് എന്നുള്ള കാര്യം ഇന്ന് അറിയാൻ പറ്റും. ഇന്നും അതേപോലെ അൻവറിന്റെ പരിപാടിയിൽ അൻവർ ഉദ്ദേശിക്കുന്നത് പോലെ 1 ലക്ഷത്തിലധികം ആൾക്കാരുണ്ടെങ്കിൽ അൻവറിന് ഒരു പൊതു പിന്തുണയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. കൂടാതെ ഇന്നലെ തന്നെ അൻവർ ചെന്നൈയിലെത്തി DMK നേതാക്കളെ കണ്ടിട്ടുണ്ട്, സെന്തിൽ ബാലാജി അടക്കമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതുവഴി അൻവർ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ കൂട്ടായ്മ എന്ന രീതിയിൽ രൂപീകരിക്കും. കാരണം അൻവർ MLA ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്നതിനോ അൻവറിന് നിയമ തടസ്സമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ MLA ആയി ഇരിക്കുമ്പോൾ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ജനപിന്തുണ അങ്ങനെ തന്നെ നിലനിർത്തുക. ശേഷം ഒരു തെരഞ്ഞെടുപ്പ് അടക്കം വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് സഖ്യങ്ങളിലേക്കോ നീങ്ങുക എന്നുള്ള കാര്യം തന്നെയാണ് നോക്കുന്നത്. അതിൽ പ്രധാനമായും ഈ DMK-യുമായി സഖ്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ മുന്നണിയിലേക്കുള്ള ഒരു എളുപ്പ വഴിയായി കൂടി അൻവറിന് മാറുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം ഇത് വയനാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. അങ്ങനെ ഇന്ത്യ മുന്നണിക്കും UDF-നും ഒക്കെ വയനാട്ടിൽ അത്രയേറെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ അതിൻ്റെ ഭാഗമാകുമോ, അതിനുള്ള എളുപ്പ വഴിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷം അടക്കമുള്ള മുന്നണികൾ, ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും UDF ആണെങ്കിലും അത് സഗൗരവം തന്നെയാണ് അൻവറിൻ്റെ ഈ നീക്കങ്ങളെയൊക്കെ കാണുന്നത്. അൻവർ എന്താണ് നടപ്പിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ DMK എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സംഘടനയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പരീക്ഷണത്തിന് ആൾക്കാർ ആകർഷിക്കുമോ, അല്ലെങ്കിൽ ആൾക്കാർ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കൗതുകത്തിന് പുറത്ത് ഇനി ആൾക്കാരുടെ പിന്തുണ ഉണ്ടാകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ മുന്നണികളും തേടുന്നത്. അതിൽ തങ്ങളുടെ പാർട്ടിക്കാർ പങ്കെടുക്കരുത്, അത് ലീഗിനെ സംബന്ധിച്ചതാണെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്താണെങ്കിലും തങ്ങളുടെ പാർട്ടിക്കാർ ഈ ഒരു പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കരുത് എന്നുള്ളൊരു കർക്കശ നിലപാട് പാർട്ടികൾക്കുണ്ട്. അത് നടപ്പിലാകുമോ എന്നുള്ള കാര്യം കൂടി ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും അൻവർ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഈ പാർട്ടി പ്രഖ്യാപനം. അത് ഏത് തരത്തിലേക്കാണ് പോവുക, അതിന് പിന്തുണയുണ്ടാകുമോ, എന്താണ് ഇതിൻ്റെ ഭാവി എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി മേഘന.